അപൂർവ, എക്സ്ക്യൂസ് മീ. ആരിത്? മിസ്റ്റർ അരുൺ ഭാസ്കറോ? എന്താണ് ഇവിടെ ഒരു ചുറ്റിക്കളി? ഇയാളൊന്ന് വന്നേ. എന്താണ് മോനെ ദേവദാസേ, ഇവിടെ ആരെങ്കിലും സെറ്റാക്കാൻ ഇറങ്ങിയതാണോ? അല്ല, ആളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് ആരാധികമാർ ഒരുപാട് പേരുണ്ടാവും അറിയാം, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഒരുപാട് ആരാധികമാരൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ആരാധിക ലൈനിലുണ്ടെന്നറിഞ്ഞ് വന്നതാ. ഓ അങ്ങനെ? എന്നിട്ട് ആളെ കണ്ടോ? നമ്മുടെ ഹെൽപ്പ് വല്ലതും വേണമെങ്കിൽ പറയണേ. പറ, എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ച? താൻ എന്താ തന്റെ അച്ഛനോട് പറഞ്ഞത്? ആഹാ, അത് കൊള്ളാലോ. ഞാൻ എന്റെ അച്ഛനോട് പലതും പറയും, അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? തന്റെ അച്ഛനോട് എന്നെ കുറിച്ച് പറഞ്ഞ കാര്യത്തെ പറ്റിയാ ഞാൻ ചോദിച്ചത്. ആണോ? അച്ഛനോട് ഞാൻ പറഞ്ഞത് എന്താ? സോറി, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ വരുമ്പോ ഞാൻ പറയാം കേട്ടാ. താൻ കൂടുതൽ സ്മാർട്ട് ആവണ്ട. എന്നാടോ തന്നോട് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് ഞാൻ തന്നോട് പറഞ്ഞത്? പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. തന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നട്ടാ കുരുക്കാത്ത നുണ പറഞ്ഞ് മാളു ഞാനും തമ്മിലുള്ള ബന്ധം മുടക്കാനല്ലേ? പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ മനസ്സിൽ കണ്ടതൊക്കെ ഒറ്റ അടിക്കങ്ങ് മനസ്സിലാക്കി കളഞ്ഞല്ലോ. അരുൺ സാറ് വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ, ഭയങ്കര ബുദ്ധിയാണല്ലോ. അതെ, ഇതുപോലുള്ള വിഷജന്തുക്കൾക്കിടയില് ഒന്നും പിടിച്ചു നിൽക്കണ്ടേ മോളെ? എന്ത് കണ്ടിട്ടാണോ തന്നെ ഞാൻ പ്രേമിക്കേണ്ടത്? ആരും പ്രേമിച്ചു പോകുന്ന മുതലാണല്ലോ. എടോ, പ്രേമിക്കാൻ പോയിട്ട് പെണ്ണാണല്ലോ എന്നുള്ള വിചാരത്തോടെ ക്യാമ്പസിലെ ഏതെങ്കിലും ഒരു ആൺകുട്ടി തന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? തോന്നില്ല. അത്രയ്ക്ക് അറപ്പും വെറുപ്പോ തന്നോട് എല്ലാവർക്കും. അത് തനിക്കും അറിയാം. അതിന്റെ ഫ്രസ്ട്രേഷനിലല്ലേടോ താൻ ഞങ്ങളുടെ റിലേഷൻ കുളവാക്കാൻ നോക്കുന്നത്. ഇങ്ങനെ ഒരു ഫ്രോഡിനെയാണല്ലോ ആ പാവം ആള് ബെസ്റ്റ് ഫ്രണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതേടാ, ഞാൻ ഫ്രോഡ് തന്നെയാ. നീ പറഞ്ഞ പോലെ എനിക്ക് ഫ്രസ്ട്രേഷൻ തന്നെയാ. അതിന്റെ കേടാ ഞാൻ തീർക്കുന്നെന്ന് കൂട്ടിക്കോ. പക്ഷെ മോനെ പാക്കരാ, എന്നേക്കാൾ വലിയ ഫ്രോഡായ നിനക്ക് ഞാൻ അവളെ വിട്ടുതരില്ല. അതുകൊണ്ട് അവളെ സ്വന്തമാക്കാന്നുള്ള പൂതി എന്റെ ദേവദാസങ്ങ് മറന്നേക്ക്. വിട്ടുതരില്ല ഞാൻ നിനക്കവളെ. പറ്റുമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്കടാ. ഐ ചാലഞ്ച് യു. ആ, മുരളിയോ? വി പി ഇല്ലേ? അകത്തുണ്ട്. മുരളി അകത്തേക്ക് ചെല്ല്. ഇല്ല, കയറുന്നില്ല. വി പി ഒന്ന് വിളിച്ചേ, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ വിളിക്കാമേ. ആ വരുന്നു. മുരളി കാണാൻ വന്നിരിക്കുന്നു. എവിടെ? പുറത്തുണ്ട്. ഞാനേ ചായ എടുത്തിട്ട് വരാം. എന്താടോ അവിടെ തന്നെ നിന്ന് കളഞ്ഞു? വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. വി പി അരുണിനെ പോയി കണ്ടിരുന്നോ? ആ, കണ്ടു. ആ കാര്യം ഞാൻ തന്നോട് പറയാനിരിക്കുകയായിരുന്നു. മുരളി, അരുണുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ആ പയ്യനൊരു ജെനുവിൻ കക്ഷിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് അവനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് അയാളെക്കുറിച്ച് ചില കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നുകൂടി ആലോചിച്ചിട്ട് മതി ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാനത് അശ്വതിയോട് ഇന്ദിരാമയോട് സൂചിപ്പിച്ചിരുന്നു. അവർ തന്നോട് പറഞ്ഞില്ലേ? അരുൺ അത്ര ജെന്യൂനല്ലെന്ന് ഇപ്പൊ തോന്നാൻ മാത്രം വി പി അയാളെക്കുറിച്ച് എന്താ അറിഞ്ഞത്? ആരാ പറഞ്ഞത്? അല്ല, അത് പിന്നെ അപ്പു പറഞ്ഞു അല്ലേ? സ്വന്തം മോള് പറഞ്ഞതായതുകൊണ്ട് വി പി അത് കണ്ണും പൂട്ടി വിശ്വസിക്കുകയും ചെയ്തു. അപ്പു പറഞ്ഞതായതുകൊണ്ട്
അത് വിശ്വാസത്തിലെടുക്കാൻ എല്ലാ അവകാശവും സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ അരുണിനെ ചെന്ന് കാണാനും അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനും ആർക്കും അധികാരമൊന്നുമില്ലല്ലോ. അങ്ങനൊരു സാഹസത്തിന് പുറപ്പെടും മുമ്പ് മിനിമം എന്നോടെങ്കിലും ഒന്ന് ആലോചിക്കാമായിരുന്നു. മുരളി, ഞാന് ഈ പ്രപ്പോസൽ മുടക്കാൻ അപ്പുവിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടാവുന്ന അന്ന് ആദ്യം അരുൺ കാണാൻ വന്നപ്പോഴേ എനിക്കൊരു മുന്നറിയിപ്പ് തന്നതാ. ഞാനതൊരു തമാശയായിട്ട് എടുത്തുള്ളൂ. പക്ഷെ കളി കാര്യമായെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ആ പയ്യന്റെ മുന്നിൽ ഞാനാകെ നാണം കിട്ടുപോയി. അപ്പുവിനെ വകതിരിവില്ലെന്ന് വെക്കാം. അത് കേട്ട പതി കേൾക്കാത്ത പതി അയാളോട് അന്വേഷിക്കാൻ VP ഇറങ്ങിത്തിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദേ, തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. VP ഇപ്പൊ കാണിച്ചത് ഭയങ്കര ബോറായിപ്പോയി. മുരളി, ഞാനൊന്ന് പറയട്ടെ. അങ്ങനെ ഒരു നുണക്കഥ പറഞ്ഞ് അപ്പുവിനെ ഈ പ്രപ്പോസൽ മുടക്കേണ്ട കാര്യം എന്താ? അത് എന്നോടല്ല, അപ്പുവിനോട് ചോദിക്ക്. എന്തിനാ കൂടെ നടന്നിട്ട് ഈ പണി ഒപ്പിച്ചതെന്ന്? കൂട്ടുകാരിക്കൊരു നല്ല ജീവിതം കിട്ടാൻ പോകുന്ന അറിയുമ്പോൾ സ്നേഹവും ആത്മാർത്ഥതയുള്ളവർ അതിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലാതെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ വേണ്ടത്? മുരളി, താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോഴും താൻ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? ഇതുവരെ അങ്ങനെ അല്ലായിരുന്നു. ഇനിയും അപ്പുവിനെ മാളുവിന്റെ നല്ല ഫ്രണ്ടായിട്ട് കാണാൻ തന്നെ എനിക്കിഷ്ടവും. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായ പോരല്ലോ. അപ്പു ഇനിയും ഇതുപോലെ പല നമ്പറുകളും ഇറക്കുമെന്ന് അരുൺ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അവള് പറയുന്നത് വിശ്വസിച്ച് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകാൻ നിൽക്കണ്ട. അരുൺ ഒരു മാന്യനായതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഇൻസൾട്ട് അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. ആ മര്യാദയും ക്ഷമയും എപ്പോഴും ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മുരളി, ഐ എം സോറി. ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വം തന്നെയോ ആ പയ്യനെയോ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനും എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അരുണും ആളുമായിട്ടുള്ള കല്യാണം നടത്താൻ തന്നെ എൻ്റെ തീരുമാനം. അതുകൂടി പറയാനാ വന്നത്. പോട്ടെ. മുരളി എവിടെ? പോയി. അതെന്താ ഒന്ന് ഇരിക്കുക പോലും ചെയ്യാതെ പോയത്? എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു.